ഹലോ സ്റ്റുഡൻസ്, 9th സ്റ്റാൻഡേർഡിലെ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻട്രൊഡക്ടറി പാർട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സബ്സ്ക്രൈബ് ചെയ്യാതെ ക്ലാസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ, ഡാൽട്ടൺസ് അറ്റോമിക് തിയറി, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. പിന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇൻ ടെക്സ്റ്റ് പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ തവണയും ക്ലാസ് കാണുമ്പോൾ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ടെക്സ്റ്റ് ബുക്കും ഷോർട്ട് നോട്ടായി ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കി ബൈഹാർട്ട് ചെയ്യേണ്ടത് ബൈഹാർട്ട് ചെയ്യുക, മനസ്സിലാക്കി ബൈഹാർട്ട് ചെയ്യേണ്ടത് ആ രീതിയിൽ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ദ സൈസ് ഓഫ് ദ ആറ്റം. ഒരു ആറ്റത്തിൻ്റെ സൈസ് എത്രയാണ് എന്നുള്ളതാണ്. നമ്മൾ ആദ്യം പഠിച്ചത് വാട്ട് ഈസ് ആൻ ആറ്റം, അതുപോലെ ആറ്റംസ്, ചില എലമെൻസിൻ്റെ ആറ്റം ഇൻഡിവിജ്വലി എക്സിസ്റ്റ് ചെയ്യും. അതായത് ഇപ്പം സിൽവർ, ഗോൾഡ് അതൊക്കെയാണെങ്കിൽ സിൽവർ ആറ്റമായിട്ട് തന്നെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലേ. ഒരു സിൽവറിൻ്റെ ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ സിൽവർ തന്നെയായിരിക്കും അതിലുണ്ടാവുക, സിൽവർ ആറ്റംസ് ആയിരിക്കും. അതേസമയം നമ്മളിപ്പോൾ ഓക്സിജൻ എടുത്തു കഴിഞ്ഞാൽ ഓക്സിജൻ O2 ഓക്സിജൻ്റെ മോളിക്യൂളായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള അതെങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെയുള്ള ആ കോമ്പിനേഷൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ പഠിച്ചത്. ഇനി നമുക്ക് ആറ്റത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് ഒരു ധാരണ വേണം അല്ലേ. ആറ്റംസ് ആർ ഇൻഡിവിസിബിൾ ആൻഡ് ദേ ആർ വെരി വെരി സ്മോൾ. എത്രത്തോളം സ്മോൾ ആണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ആറ്റംസ് ആർ വെരി സ്മോൾ, ആറ്റംസ് ആർ വെരി സ്മോൾ ആൻഡ് they are smaller than anything that we can imagine or compare with. ഓക്കെ, അതായത് നമ്മുടെ ഇമാജിനേഷനേക്കാളും വളരെയധികം ചെറുതാണ് ആറ്റംസ്. ആറ്റത്തിൻ്റെ റേഡിയസ് സാധാരണ നമ്മൾ മെഷർ ചെയ്യുന്നത് നാനോമീറ്റർ എന്ന് പറയുന്ന യൂണിറ്റിലാണ്, നാനോമീറ്റേഴ്സിലാണ് മെഷർ ചെയ്യുക. അതായത് നമുക്ക് ഒരുപാട് യൂണിറ്റുകൾ ഉണ്ടല്ലേ ലെങ്ത്ത് മെഷർ ചെയ്യാൻ. ഏറ്റവും സ്യൂട്ടബിളായ ഒരു യൂണിറ്റ് സെലക്ട് ചെയ്തിട്ടായിരിക്കും നമ്മളെല്ലാ മെഷർമെൻറ്റ്സും കാര്യങ്ങളും ചെയ്യുക. ഇപ്പോൾ രണ്ട് സിറ്റീസിൻ്റെ ഇടയിലുള്ള ദൂരം വളരെ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമ്മൾ കിലോമീറ്ററിലാണല്ലോ മെഷർ ചെയ്യുക. അതേസമയം നോട്ട്ബുക്കിലുള്ള ലൈൻസും പേജസൊക്കെ നമുക്കൊരു സെൻറ്റിമീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യാം. അതായത് നമ്മൾ ഏത് സാധനത്തിൻ്റെ അല്ലെങ്കിൽ ഏത് ഒബ്ജക്റ്റിൻ്റെ ലെങ്ത്താണോ റേഡിയസ് ആണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുമായി കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ അല്ലേ. വളരെ ചെറിയ മെഷർമെൻറ്റ്സ് എടുക്കാൻ നമുക്ക് കിലോമീറ്ററും മീറ്ററും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ ആറ്റം വളരെ ചെറുതാണ്. ആറ്റത്തിൻ്റെ റേഡിയസും കാര്യങ്ങളും മെഷർ ചെയ്യാൻ നാനോമീറ്ററാണ് യൂണിറ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയണം 1 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്. 1 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻9 മീറ്ററാണ്. ഇവിടെ മൈനസ് ഉണ്ട് കേട്ടോ. 1 നാനോമീറ്റർ ഈസ് 1 നാനോമീറ്റർ ആക്ച്വലി 1 നാനോമീറ്റർ ഈസ് 1 നാനോമീറ്റർ ഈസ് 10⁻⁻9 മീറ്റർ കേട്ടോ. 1 നാനോമീറ്റർ ഈസ് 10⁻⁻9 മീറ്റർ. ഇവിടെ 1/10⁻9 എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ മൈനസ് ഇടണ്ട. നിങ്ങൾ 10ൻ്റെ പവറിൽ മാത്രമാണ് എഴുതുന്നതെങ്കിൽ 1/10⁻9 എന്ന് പറഞ്ഞാൽ 10⁻⁻9 കേട്ടോ. 1/10⁻9 എന്ന് പറഞ്ഞാൽ 10⁻⁻9. അപ്പോൾ റിലേഷൻ നമുക്ക് കിട്ടി. അതായത് 1/10⁻9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും വളരെ ചെറിയ ഒരു നമ്പർ അല്ലേ. ഒരു മീറ്ററിനെ 1 കഴിഞ്ഞ് 9 zeros ഉള്ള ഒരു നമ്പർ, അത്രയും വലിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര അല്ലേ, അത് നമുക്ക് സങ്കല്പിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. അത്രയും ചെറിയ അളവാണ് നാനോമീറ്റർ റേഞ്ച്. ഓക്കെ, ഇനി നമുക്ക് ചില സൈസസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ആറ്റം ഓഫ് ഹൈഡ്രജൻ്റെ ആണെങ്കിൽ 10⁻⁻10 മീറ്ററിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 10⁻⁻10 മീറ്ററാണ്. ഒരു വാട്ടർ മോളിക്യൂൾ എടുത്താൽ 10⁻⁻9 ആണ്. ഇതിനേക്കാളും കുറച്ചും കൂടി കൂടുതലാണിത് കേട്ടോ. 10⁻⁻9 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കൂടുതലാണ്. ഏറ്റവും ചെറുത് ഇതാണ്. ഈ പവർ നെഗറ്റീവ് നമ്പർ വലുതാകുന്നതിന് ഈ നമ്പർ ചെറുതായി വരും കേട്ടോ.
ഇനി വാട്ടർ മോളിക്യൂൾ ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ട, ജസ്റ്റ് നമുക്കൊരു ഐഡിയക്ക് വേണ്ടിയാണ്. വാട്ടർ മോളിക്യൂളിൻ്റെ സൈസ് 10⁻⁻9 ആണ്. ഹീമോഗ്ലോബിൻ അല്ലേ, നമ്മുടെ ബോഡിയിലുള്ള ഹീമോഗ്ലോബിൻ 10⁻⁻8 മീറ്റർ. ഒരു സാൻഡ് ഗ്രെയിൻ എടുത്തു കഴിഞ്ഞാൽ 10⁻⁻4 വരും. ഒരു ഉറുമ്പിൻ്റെ വലിപ്പം 10⁻⁻2 മീറ്റർ. മീറ്ററിൽ പറയുന്നതുകൊണ്ടാണ് ആൻറ്റിൻ്റെ സൈസ് നമുക്ക് ശരിക്കും മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ മീറ്റർ ഒന്നും ഉപയോഗിക്കില്ല, സെൻറ്റിമീറ്റർ മാത്രമേ ഉപയോഗിക്കുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു കമ്പാരിസൺ മനസ്സിലാകാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും മീറ്ററിൽ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. വാട്ടർ മെലൺ കണ്ടോ, 10⁻⁻1 മീറ്റർ. 10⁻⁻1 എന്ന് പറഞ്ഞാൽ 1/10 അല്ലേ. 10⁻⁻1 എന്ന് പറഞ്ഞാൽ 1/10 ആണ്. അപ്പോൾ 0.1 മീറ്റർ കേട്ടോ. വാട്ടർ മെലൻ്റെ സൈസ് 0.1 മീറ്റർ. മീറ്ററിൽ പറയുന്നതുകൊണ്ടാണ് 0.1 വന്നത് കേട്ടോ. ഇത് ജസ്റ്റ് എങ്ങനെയാണ് യൂണിറ്റുകൾ വരുന്നതെന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ആറ്റംസ് വളരെ ചെറുതാണ്, അതിൻ്റെ റേഡിയസ്, ആറ്റം നമ്മളൊരു സ്പെറിക്കൽ ഷേപ്പിലാണെന്ന് അസ്യൂം ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റേഡിയസ് നാനോമീറ്ററിലായിരിക്കും മെഷർ ചെയ്യുക. ഓക്കെ. ഇനി ആറ്റംസിന് നമുക്ക് ഒരുപാട് എലമെൻസും കാര്യങ്ങളും ഉണ്ട് അല്ലേ. ഒരുപാട് എലമെൻസും, നമുക്ക് എത്ര എലമെൻസ് ഉണ്ട്? 118ഓളം എലമെൻസ് ഉണ്ട് അല്ലേ. പീരിയോഡിക് ടേബിളൊക്കെ നിങ്ങൾ പഠിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ടേബിളായി ഒരുപാട് എലമെൻസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ടേബിൾ. അതിൽ നമ്മളിപ്പം ചെറിയ ക്ലാസ്സിലായാലും ഒക്കെ പഠിച്ചിട്ടുണ്ട്, ഹൈഡ്രജനെ നമ്മൾ H2 ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക അല്ലേ. ഹൈഡ്രജനെ നമ്മൾ ഹൈഡ്രജൻ മോളിക്യൂൾ H2 എന്നാണ് പറഞ്ഞിട്ട് എഴുതുക. അപ്പോൾ ഹൈഡ്രജൻ്റെ സിമ്പൽ ഏതാ? H ആണ് ഹൈഡ്രജൻ്റെ സിമ്പൽ. അതായത് ഓരോ എലമെൻറ്റിനെയും അല്ലെങ്കിൽ ഓരോ ആറ്റത്തിനെയും റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് ഓരോരോ സിമ്പലുകളുണ്ട്. അപ്പോൾ ആദ്യം ഡാൽട്ടൺ പ്രപ്പോസ് ചെയ്തത് മുമ്പ് വളരെ പണ്ട് ഇതൊക്കെയായിരുന്നു ഈ സിമ്പൽസ്. ഇത് നമ്മൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് നമ്മൾ സയൻസിലെ ഹിസ്റ്ററി എന്ന് പറയാം, നമ്മളിങ്ങനെ ഒന്ന് നോക്കി പോവാണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ സിമ്പൽ ഇങ്ങനെയാണ്, കാർബൺ ഇങ്ങനെ, ഓക്സിജൻ ഇങ്ങനെ കണ്ടല്ലോ. ഫോസ്ഫറസ് ഉണ്ട്, ഗോൾഡ് ഉണ്ട്, മെർക്കുറി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സിമ്പൽസ് ഇങ്ങനെയാണ്. ഓക്കെ. സിൽവർ S എഴുതി ഒരു റൗണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു സിമ്പിൾസ്. ഇങ്ങനെ സിമ്പിൾസ് എഴുതുമ്പോൾ നമുക്കിത് മെമ്മറൈസ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അല്ലേ. ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്, എല്ലാത്തിൻ്റെയും മെമ്മറൈസ് ചെയ്യാൻ നമുക്കിത് ബൈ ഹാർട്ട് അങ്ങ് പഠിച്ചു വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനേക്കാളും ഈസി ആയിട്ടുള്ള ഒരു സിസ്റ്റം അത് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഇതല്ല കേട്ടോ. അപ്പോൾ എലമെൻസിന് നമ്മളിപ്പോൾ ഹൈഡ്രജൻ ആണെങ്കിൽ H എന്ന് ഉപയോഗിക്കും, ഓക്സിജൻ ആണെങ്കിൽ O എന്ന് ഉപയോഗിക്കും, സിമ്പിൾസ് ആണ് പറയുന്നത്. അലുമിനിയം ആണെങ്കിൽ Al ഉപയോഗിക്കും, അതൊക്കെ നമുക്കറിയാം. ഇൻ ദ ബിഗിനിങ് ദ നെയിംസ് ഓഫ് എലമെൻറ്റ്സ് വേർ ഡിറൈവ്ഡ് ഫ്രം ദ നെയിം ഓഫ് ദ പ്ലേസ് വേർ ദേ വേർ ഫൗണ്ട് ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമൊക്കെ ചില എലമെൻറ്റ്സ് കണ്ടെത്തിയ പ്രത്യേക സ്ഥലങ്ങളുണ്ടാവും അല്ലേ. ആ സ്ഥലങ്ങളുടെ ബേസിസിലാണ് എലമെൻസിന് പേര് കൊടുത്തത് മുൻപ്. ഓക്കെ. അതായത് കോപ്പർ വാസ് ടേക്കൺ ഫ്രം ദ നെയിം സൈപ്രസ്. ഈ ഒരു പേരും കോപ്പർ എന്നുള്ള ആ പേരും നമുക്ക് ഏകദേശം സിമിലർ ആയിട്ട് വരുന്നുണ്ടല്ലോ അല്ലേ. പ്ലേസിനെ ബേസ് ചെയ്തിട്ട് കൊടുത്തത്. ഓക്കെ. സം നെയിംസ് വർ ടേക്കൺ ഫ്രം സ്പെസിഫിക് കളറിൽ നിന്ന് എടുത്ത പേരുകളും ഉണ്ട്. ഗോൾഡ് വാസ് ടേക്കൺ ഫ്രം ദ ഇംഗ്ലീഷ് വേർഡ് മീനിങ് യെല്ലോ. ഈ ഒരു യെല്ലോ എന്ന് പറയുന്ന കളറിനെ ബേസ് ചെയ്തിട്ടാണ് ഗോൾഡിന് പേര് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അതുപോലെ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, സയൻറ്റിസ്റ്റുകളുടെ പേരിൽ എലമെൻസ് ഉണ്ട്. ഫെർമിയം ഒക്കെ പോലെ, ഐൻസ്റ്റീനിയം അതുപോലുള്ള എലമെൻസ് ഉണ്ട്. അതേപോലെ ചന്ദ്രൻ്റെ പേരിൽ, എർത്തിൻ്റെ പേരിൽ ഒക്കെ അങ്ങനെയൊക്കെ ഡിറൈവ് ചെയ്ത എലമെൻറ്റ്സ് നമുക്കുണ്ട് ഇപ്പോഴ്. ഓക്കെ. ഇപ്പോഴ് നൗഡേയ്സ് IUPAC ഫുൾ ഫോം ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. ഈ ഒരു സംഘടനയാണ് എന്ത് ചെയ്യുന്നത്? എലമെൻസിൻ്റെ നെയിമിന് അപ്രൂവൽ കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ IUPACയുടെ നിയമങ്ങളനുസരിച്ച് പേരുകൾ എഴുതാൻ ചില റൂൾസ് ഉണ്ട്. ഓക്കെ. അതെന്തൊക്കെയാണെന്ന് നോക്കാം.
പേര് എന്തിൽ നിന്നെങ്കിലും ഡിറൈവ് ചെയ്തോട്ടെ, അത് പ്രശ്നമില്ല. ഇപ്പോൾ സ്ഥലത്തിനെ ബേസ് ചെയ്തിട്ടായിക്കോട്ടെ പേര്, അല്ലെങ്കിൽ സയൻറ്റിസ്റ്റിൻ്റെ ബേസ് ചെയ്തിട്ടായിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. എങ്ങനെയാണ് സിമ്പൽ കൊടുക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പലിന് ചിലപ്പം ഒരു ലെറ്റർ ആയിരിക്കാം, ചില സമയത്ത് 2 ലെറ്റർ ഉണ്ടാവാം. അതായത് നമ്മളെപ്പോഴും ഹൈഡ്രജനെയാണ് പറയുന്നത് അല്ലേ. ഹൈഡ്രജൻ ആണെങ്കിൽ ഒറ്റ ലെറ്റർ എച്ച് മാത്രമല്ലേ ഉള്ളൂ. അതേസമയം സിൽവർ ആണെങ്കിൽ നമ്മളെങ്ങനെ എഴുതുക? AG ആണ് സിൽവറിൻ്റെ സിമ്പൽ. AG. ഇവിടെ ഇപ്പോൾ 2 ലെറ്റർ വന്നല്ലോ. അപ്പോൾ 1 ലെറ്റർ ആവാം, അല്ലെങ്കിൽ 2 ലെറ്റർ ആവാം. ഓക്കെ, ദ ഫസ്റ്റ് 1 or 2 ലെറ്റേഴ്സ് ഓഫ് ദ എലമെൻറ്റ്സ് നെയിം ഇൻ ഇംഗ്ലീഷ്. അതായത് സിമ്പൽ എഴുതാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നുകിൽ ആദ്യത്തെ 1 ലെറ്റർ അല്ലെങ്കിൽ ആദ്യത്തെ 2 ലെറ്റർ, അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് എ സിമ്പൽ ഈസ് ഓൾവേസ് റിട്ടൺ ആസ് ക്യാപിറ്റൽ. ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം, മസ്റ്റാണ്. ആൻഡ് ദ സെക്കൻഡ് ലെറ്റർ ആസ് എ സ്മോൾ ലെറ്റർ. നമ്മൾ സെക്കൻഡ് ലെറ്റർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് സ്മോൾ ലെറ്റർ ആയിരിക്കണം. ഇപ്പോൾ കോപ്പർ ആണെങ്കിൽ CU, ഇങ്ങനെയല്ലേ വരിക? CU, ക്യാപിറ്റൽ C, സ്മോൾ ലെറ്റർ U. അയൺ ആണെങ്കിൽ F, ക്യാപിറ്റൽ E. കണ്ടോ, ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ ഇവിടെ ഞാൻ എഴുതിയേക്കുന്നത് ഹൈഡ്രജൻ, അലുമിനിയം, കണ്ടോ ഇങ്ങനെയല്ല വരുന്നത്. A, സ്മോൾ ലെറ്റർ L. കൊബാൾട്ട് C, സ്മോൾ ലെറ്റർ O. കണ്ടോ, CO അല്ല. CO എന്തായിരുന്നു? കൺഫ്യൂഷൻ വരാൻ പാടില്ല. CO ഒരു കോമ്പൗണ്ടാണ്, അത് കാർബൺ മോണോക്സൈഡാണ് കേട്ടോ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് കാർബൺ മോണോക്സൈഡായി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് എലമെൻസിന് പേരുകൾ കൊടുക്കേണ്ടത്? എലമെൻസിന് നമ്മൾ പേരുകൾ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒറിജിനെ ബേസ് ചെയ്തിട്ടാവാം, അത് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിനെ ബേസ് ചെയ്തിട്ടാവാം, പ്ലാനറ്റ്സിനെ ബേസ് ചെയ്തിട്ടാവാം, ഒക്കെ ആവാം അല്ലേ. അതേപോലെ പേരെഴുതുന്ന സമയത്ത് നമ്മൾ മിനിമം 1 അല്ലെങ്കിൽ മാക്സിമം 2 ലെറ്റേഴ്സ് ഉപയോഗിക്കും. പേരിൻ്റെ ആദ്യത്തെ 2 അല്ലെങ്കിൽ ആദ്യത്തെ 1 ലെറ്റർ. ആദ്യം എഴുതുന്ന ലെറ്റർ എപ്പോഴും ക്യാപിറ്റലിലായിരിക്കണം. 2 ലെറ്റർ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ലെറ്റർ എപ്പോഴും സ്മോൾ ലെറ്ററിലായിരിക്കണം. ഇത്രയാണ് അറിയേണ്ടത്. ഓക്കെ, ഇനി ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എല്ലാ എലമെൻസിൻ്റെയും സിമ്പിൾസും കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഇടയ്ക്കിടെ വായിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ഒറ്റയിരിപ്പിന് നിങ്ങളിത് ബൈ ഹാർട്ട് പഠിക്കേണ്ട. എന്ത് ചെയ്യുക, വേണമെങ്കിൽ ഇതൊരു ടേബിളായി പ്രിൻ്റ് എടുത്തിട്ടോ എഴുതിയിട്ടോ നിങ്ങൾക്ക് വോളിൽ ഒട്ടിച്ച് വെക്കാം. എന്നിട്ടുണ്ടല്ലോ ഇതിങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുമ്പം ഓട്ടോമാറ്റിക്കലി ഇതങ്ങ് മനസ്സിൽ നിന്നോളും. ഓക്കെ, അല്ലെങ്കിലും എളുപ്പമാണ്. ഇപ്പോൾ അലുമിനിയം ആദ്യത്തെ 2 ലെറ്റർ അല്ലേ, AL, അങ്ങനെ ഓർക്കാലോ അല്ലേ. ആർഗൺ ആദ്യത്തെ 2 ലെറ്റർ AR. എല്ലാത്തിൻ്റെയും ആദ്യത്തെ 2 ലെറ്ററാണ് വരുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ വേർതിരിച്ച് ഓർമ്മിച്ച് വെക്കേണ്ടത് എന്താ? ഇപ്പോൾ ബേരിയം എന്ന് പറയുമ്പം BA ഉണ്ട്. ബേരിയം എന്ന് പറയുമ്പം BA ഉണ്ട്. പക്ഷേ ബോറോൺ എന്ന് പറയുമ്പം BO എന്ന് എഴുതുന്നില്ല. അപ്പോൾ ഏതിനൊക്കെ 2 ലെറ്റർ ഉണ്ട്, ഏതിനൊക്കെ ഇല്ല എന്നുള്ളത് നമ്മളൊന്ന് ഓർമ്മിക്കണം. ഓക്കെ, ഇതിൽ കുറേ എണ്ണം നമുക്ക് ഫെമിലിയർ ആണ്. കോപ്പർ ഫെമിലിയർ ആണ്. നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ പേര് വരുന്നത് ഗോൾഡ് AU, ലെഡ് PB, അയൺ FE നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേട്ട് നമുക്കറിയാവുന്നതാണ്. പിന്നെ വരുന്നത് ഓക്കെ, നമുക്ക് കൊടുത്തിരിക്കുന്നതിൽ ബാക്കിയൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ സിൽവർ ആണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പേര് വരും, AG, സിമ്പൽ വരും AG കേട്ടോ. അപ്പോൾ ചിലതിന് മാത്രമേ അങ്ങനെയുള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് പേരിൽ നിന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാം സിമ്പലുകൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എലമെൻസിൻ്റെ പേരുകൾ അതിൻ്റെ സിമ്പൽസ് മനസ്സിലാക്കി വെക്കും. അപ്പോൾ ആറ്റത്തിൻ്റെ സൈസ്, ആറ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പൽ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ ആറ്റം വളരെ ചെറുതാണെങ്കിലും ഇതിന് മാസ് ഉണ്ടോ എന്നുള്ളതാണ്. അറ്റോമിക് മാസ്, ആറ്റത്തിൻ്റെ മാസിനെ നമുക്ക് അറ്റോമിക് മാസ് എന്ന് വിളിക്കാം അല്ലേ. വളരെ ചെറുതാണെങ്കിലും എന്തുണ്ടാവും, അതിനൊരു മാസ് ഉണ്ടാവും. അറ്റോമിക് മാസിനെ നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ് ഈസ് എ മാസ് ഓഫ് ആൻ ആറ്റം അല്ലേ. ഇപ്പോൾ അറ്റോമിക് മാസ് നമ്മളിപ്പോൾ റേഡിയസ് നാനോമീറ്ററിലാണ് മെഷർ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അതേപോലെ നമുക്ക് അറ്റോമിക് മാസും മെഷർ ചെയ്യണം. അപ്പോൾ മാസ് മെഷർ ചെയ്യണമെങ്കിൽ സാധാരണ നമ്മൾ എന്താ ചെയ്യാം? നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഒരു ത്രാസ് ഉപയോഗിക്കും അല്ലേ, ഒരു വെയിങ് മെഷീൻ ഉപയോഗിക്കും. അതിൽ ഒരു സൈഡിൽ നമ്മൾ വെയിങ് ബ്ലോക്സ് വെക്കും. 1 കിലോഗ്രാമിൻ്റെ ഒരു ബ്ലോക്ക്
ഏതെങ്കിലും ഒരു റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള തട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് ഇക്വലൻ്റായ ഒരു എമൗണ്ട്, നമുക്ക് അരിയാണ് വേണമെങ്കിൽ അത്രയും അരി നമ്മൾ അളന്നെടുക്കും അല്ലേ. അതായത് നമ്മൾ ആ വെയിയിങ് ബ്ലോക്സ് ഉണ്ടല്ലോ, അതിനെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ സാധനങ്ങൾ അളന്നെടുക്കുന്നത്. അതായത് ആ ബ്ലോക്കിനെ റിലേറ്റ് ചെയ്തിട്ട് എത്ര, അങ്ങനെയല്ലേ നോക്കുന്നത്, അതുമായി റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മെഷർമെൻറ്റ്സും ആക്ച്വലി റിലേറ്റഡ് ടു സംതിങ് ആയിരിക്കും, റിലേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ അറ്റോമിക് മാസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി അതിൻ്റെ റിലേറ്റീവ് അറ്റോമിക് മാസ്സാണ്. പക്ഷേ അവിടെയുള്ള ബ്ലോക്സിന് പകരം നമുക്കിവിടെ എന്ത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. ആറ്റംസ് വളരെ ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് അതിന് കണക്കായ എന്തെങ്കിലും ഒരു സാധനം വേണമല്ലോ, അതെന്താണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഈച്ച് എലമെൻറ്റ് ഹാഡ് എ ക്യാരക്ടറിസ്റ്റിക് അറ്റോമിക് മാസ്. എല്ലാ എലമെൻസിനും അതിൻ്റെതായ ഒരു അറ്റോമിക് മാസ് ഉണ്ടാവും. ഇനി നമുക്ക് ഒന്ന് ഡിഫൈൻ ചെയ്യാം. അറ്റോമിക് മാസ് എന്താണെന്ന് പറഞ്ഞു, മാസ് ഓഫ് എൻ ആറ്റം ആണ്. ഇത് അറ്റോമിക് മാസ് മെഷർ ചെയ്യാൻ നേരത്തെ നമ്മൾ റേഡിയസിൻ്റെ കാര്യം നാനോമീറ്റർ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് എന്ത് വേണം, ഒരു യൂണിറ്റ് വേണം അല്ലേ. ആ യൂണിറ്റാണ് അറ്റോമിക് മാസ് യൂണിറ്റ്. നമ്മൾ ആറ്റത്തിൻ്റെ മാസ് മെഷർ ചെയ്യുന്ന യൂണിറ്റാണ് അറ്റോമിക് മാസ് യൂണിറ്റ്. അറ്റോമിക് മാസ് യൂണിറ്റിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അതിനെ നമ്മൾ ഷോർട്ടായി AMU എന്ന് റെപ്രസെൻ്റ് ചെയ്യും. മാഞ്ഞു പോയല്ലേ, AMU എന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ റെപ്രസെൻ്റ് ചെയ്യും കേട്ടോ, AMU. ഓക്കെ, പക്ഷേ ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ അനുസരിച്ച് AMU എന്ന് ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ യൂണിഫൈഡ് മാസ് എന്നാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. യൂണിഫൈഡ് മാസ്, അതിൻ്റെ സിമ്പൽ U, യൂണിഫൈഡ് മാസ്. ഇനി ഗ്രീൻ കളറിലല്ലാതെ ബാക്കി ഞാൻ എഴുതിയത് വായിച്ചേ. We define the atomic mass unit അല്ലെങ്കിൽ U, unified mass, as equal to the mass of one carbon atom. ആദ്യം ചെയ്തതാണിത് കേട്ടോ. അതായത് 1 കാർബൺ ആറ്റത്തിൻ്റെ മാസ് ആദ്യം എങ്ങനെയായിരുന്നു ചൂസ് ചെയ്തത്, 1U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് 1 കാർബൺ ആറ്റം ആണെന്ന് വിചാരിക്കും. മാസ് ഓഫ് 1 കാർബൺ ആറ്റം ആണ് 1U. അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ബാക്കിയുള്ള എലമെൻസിൻ്റെയൊക്കെ ഇതിനെ ബേസ് ചെയ്ത് പറയണ്ടേ. അതായത് 10U 15U അങ്ങനെ പറയാൻ പറ്റണമല്ലോ. അപ്പോൾ നമുക്കത് ഹോൾ നമ്പറിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. 1 കാർബൺ ആറ്റത്തിൻ്റെ മാസ് 1U ആയി ചൂസ് ചെയ്താൽ, നമ്മൾ എന്തെങ്കിലും ഒരു യൂണിറ്റോ കാര്യങ്ങളോ ചൂസ് ചെയ്യുമ്പം നമുക്കത് ഉപയോഗിക്കാനും എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് വന്നപ്പോൾ അത് ഉപേക്ഷിച്ചു. ഓക്കെ, പിന്നെ വൈൽ സെർച്ചിങ് ഫോർ വേരിയസ് അറ്റോമിക് മാസ് യൂണിറ്റ്, scientists initially took 1/16th of mass of an atom of naturally occurring oxygen as the unit. പിന്നെ ചെയ്തത് 1/16th mass of ഓക്സിജനെയും എടുത്തു നോക്കി. ഓക്കെ, അപ്പോൾ അങ്ങനെ എടുത്ത സമയത്ത് അതെടുക്കാനുണ്ടായ കാരണങ്ങൾ, അതായത് ഓക്സിജൻ റിയാക്റ്റഡ് വിത്ത് ലാർജ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് ഫോംഡ് കോമ്പൗണ്ട്സ് അല്ലേ. ഒരുപാട് ഓക്സൈഡ്സും കാര്യങ്ങളും ഓക്സിജൻ എല്ലാതുമായും റിയാക്റ്റ് ചെയ്ത് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി ദിസ് അറ്റോമിക് മാസ് യൂണിറ്റ് ഗേവ് മാസസ് ഓഫ് മോസ്റ്റ് ഓഫ് ദ എലമെൻറ്റ് ആസ് ഹോൾ നമ്പേഴ്സ്. അതായത് ഞാനിപ്പോൾ പറഞ്ഞില്ലേ 10 15U അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടി എളുപ്പമായി. ഹോൾ നമ്പറായിട്ട് തന്നെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഹിസ്റ്ററിയാണ് സയൻസിൻ്റെ. ഓക്കെ, ഇതെല്ലാം നമ്മളിപ്പോൾ ചെയ്യുന്നത്. ആദ്യം കാർബണിനെ നമ്മൾ ചൂസ് ചെയ്ത് നോക്കി, ഹോൾ കാർബൺ ആറ്റത്തിനെ ചൂസ് ചെയ്തു. പിന്നെ 1/16th മാസ് ഓഫ് ഓക്സിജനെയും ചൂസ് ചെയ്ത് നോക്കി. ഓക്കെ, പിന്നെ അതിന് ശേഷം ഇപ്പോഴും നമ്മൾ ചെയ്യുന്നത് 1 അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻ്റ്ലി നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് 1U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/12th മാസ് ഓഫ് എ കാർബൺ ആറ്റം. 1/12th മാസ് ഓഫ് കാർബൺ ആറ്റം, 1/12th മാസ് ഓഫ് കാർബൺ ആറ്റം. ഇതാണ് 1U എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കാർബൺ 12 എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. കാർബൺ 12 ആറ്റം, അതായത് കാർബണിന് കാർബൺ 14 അങ്ങനെ ഐസോട്ടോപ്പുകളുണ്ട്. ഐസോട്ടോപ്പുകൾ എന്താണെന്ന് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ കാർബൺ 12 എന്ന് പറയുന്ന പ്രത്യേക ഐസോട്ടോപ്പ്, അതിൻ്റെ 1/12th മാസാണ് 1U എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അതായത് നമുക്കിപ്പം മെഷർ ചെയ്യാൻ വേണ്ടി കുറേ ബ്ലോക്സ് വേണമല്ലോ, നേരത്തെ പറഞ്ഞ പോലെ 500 ഗ്രാമിൻ്റെത്, 1 കിലോയുടേത്, അങ്ങനെയൊക്കെ ഉള്ളതുപോലെ നമ്മുടെ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? ഇത് നമുക്ക് സങ്കല്പിക്കാനേ പറ്റുള്ളൂ കേട്ടോ. കാർബൺ നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്തെടുക്കുന്നൊന്നുമില്ല. ഒരു കാർബൺ ആറ്റത്തിനെ ഇങ്ങനെ 12 കഷണങ്ങളാക്കിയാൽ, ഞാനിവിടെ ഇപ്പം ഇത്രേ ചെയ്തുള്ളൂ, 12 കഷണങ്ങളാക്കിയാൽ ആ ഒരു കഷണമാണ് നമ്മുടെ ഒരു ബ്ലോക്ക്. അതെത്രയാണ്? അതിൻ്റെ മാസ് 1U ആയിരിക്കും. അപ്പോൾ നമുക്കിനി ഏതെങ്കിലും ആറ്റത്തിൻ്റെ മാസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇങ്ങനത്തെ ബ്ലോക്സ് ഉപയോഗിച്ച് അത് തൂക്കി നോക്കണം അല്ലേ? നമുക്ക് തൂക്കി നോക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ നമ്മൾ കമ്പയർ ചെയ്ത് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും അല്ലേ? ഇങ്ങനത്തെ എത്ര ബ്ലോക്സ് വേണം എന്ന് നമ്മളിനി നോക്കിയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ അതാണ് അറ്റോമിക് മാസ് യൂണിറ്റ് ഓർ 1U എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ക്ലാസ്സുകൾ ഹെൽപ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.